പ്രിയമുള്ളവരെ, സമഗ്ര ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും എങ്ങനെ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിലവിൽ എന്നെ സംബന്ധിച്ച് ഗൂഗിൾ ക്രോമിലൂടെ ലോഗിൻ ചെയ്യുമ്പോൾ പലപ്പോഴും എറേഴ്സ് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സിസ്റ്റത്തിൽ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ക്രോം വഴി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മൊബൈൽ ഫോണിൽ അത് കുറേയും കൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഫയർഫോക്സ് വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ വരുന്ന ഈ സെർച്ച് ബാറിൽ ഒന്നുകിൽ നമുക്ക് സമഗ്ര എന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് സൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്കവിടെ samaggra.kite.kerala.gov.in എന്ന വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടും നമുക്ക് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇവിടെ തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് samaggra.kite.kerala.gov.in അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മളിത് മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ ഇതിപ്പോൾ കാണുന്നത് മൊബൈൽ വ്യൂ ആണ്. നമ്മൾ കാണുന്ന ഈ ഒരു വ്യൂ മൊബൈൽ വ്യൂ ആണ്. അത് ഇവിടെ തന്നെ നമുക്കത് ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് മാറിയാൽ എല്ലാ ഓപ്ഷൻസും വ്യക്തമായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്കിത് കാണാൻ പറ്റും. നിലവിൽ ഇവിടെ കാണുന്ന ഈ ഓറഞ്ച് 3 വരകളുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ യൂസർ ID പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അവിടെ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട്. ആ ക്യാപ്ചയിൽ കാണുന്ന നമ്പറാണോ ലെറ്ററാണോ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ലോഗിൻ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഈ വിൻഡോ കുറച്ചുകൂടി വലിയൊരു വിൻഡോ ആണ്. അതിൻ്റെ വലതുഭാഗത്ത് കുറേ പാനൽസ് കാണാം, ഇടതുഭാഗത്ത് കാണാം. ഇവിടെ ഈ ലോഗിൻ ചെയ്ത് വരുന്ന സ്ക്രീനിൽ നമ്മുടെ ഇടത് ഭാഗത്തായി നമുക്കൊരു 5 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ 4ാമത്തെ ഓപ്ഷനായ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഏത് ക്ലാസ് ആണ്, മലയാളം മീഡിയം അവിടെ ഓൾറെഡി ഡീഫാൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവും. ശേഷം നമ്മൾ ഏത് ക്ലാസ്സാണ്, ഏത് ക്ലാസ്സിലെ ഏത് വിഷയത്തിലെ ക്ലാസ് സെലക്ഷനായി, വിഷയം സെലക്ഷനായി, യൂണിറ്റ് ഏതാണ് എന്ന് സെലക്ഷനായി. ശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഈ റൈറ്റ് പാനൽ എന്ന് പറയുന്ന ഈ ഭാഗം നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും നമുക്കിതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മുകളിൽ കാണുന്ന ഈ നീല വരയിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ ഒരു പേജിലാണ് നമ്മൾ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്ലാൻ ടൈപ്പ് അവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും. 2ാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ അങ്ങനെ തുറന്ന് വരുമ്പോൾ എല്ലാ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. ഇപ്പം നിലവിൽ ജൂലൈ മാസത്തിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ജൂലൈ മാസത്തിലാണോ ജൂൺ മാസത്തിലാണോ നമ്മൾ ആ യെല്ലോ എടുക്കേണ്ടത് എന്ന് ഇതിൽ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജൂലൈ മാസത്തിലുള്ള ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഞാൻ എടുക്കുന്നു. ശേഷം നമുക്ക് ഡിവിഷൻ സെലക്ട് ചെയ്യണം. അത് A ആണോ B ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ ഡേറ്റ് ഓഫ് ക്ലാസ് നമ്മുടെ 22 മുൻപേ ഉള്ള ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ടീച്ചിങ് മാനുവൽ സബ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഏത് ദിവസം എടുക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. പിന്നെ പ്രയോറിറ്റി നമ്പർ, നമ്മളൊരു വിഷയത്തിൽ ആദ്യം കൊടുക്കുന്ന ടീച്ചിങ് മാനുവലിൻ്റെ നമ്പർ 1 എന്നായിരിക്കണം. വീണ്ടും നമ്മൾ 2ാമത്തെ ദിവസത്തേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ 2 ആയിരിക്കണം. ഇവിടെ ഞാൻ ഓൾറെഡി 1 ചെയ്തതുകൊണ്ട് ഇവിടെ ഞാൻ 2 എന്നാണ് നമ്പർ കൊടുക്കുന്നത്. പിന്നെ മൈക്രോ പ്ലാൻ നെയിം, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലുള്ള ഒരു ഡയറി എൻട്രി ഉണ്ട്. അപ്പോൾ അതാണ് മൈക്രോ പ്ലാൻ നെയിമായിട്ട് കൊടുക്കുന്നത്. റൈറ്റിംഗ് എ ഡയറി എൻട്രി. മൈക്രോ പ്ലാനിൻ്റെ പേര് കൊടുത്തു.
അതിനുശേഷം ആക്ടിവിറ്റി സ്റ്റെപ്സ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് പാനലിൽ ഇതിൻ്റെ PDF ലഭ്യമാണെങ്കിൽ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോണിൽ അത് ഈ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നൊരു ഓപ്ഷൻ അത്ര ലഭ്യമല്ലാത്തതുകൊണ്ട് ഫോണിൽ ചെയ്യുമ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നതാവും നല്ലത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡീഫോൾട്ട് തന്നെ മതി. കാരണം ഫോണിൽ ചെയ്യുമ്പോൾ ഫോണിലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇനി അറബി ഏത് വിഷയവും നമുക്കതിലൂടെ അതത് ലാംഗ്വേജിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കൊടുക്കുന്നത് ജസ്റ്റ് റീഡിംഗ് പാരഗ്രാഫാണ്. ഇൻ്ററാക്ഷൻ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് എഴുതുന്നത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് അതെങ്ങനെയാണോ കൊടുക്കുന്നത് അതേ പ്രൊസീജിയറിൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെന്നില്ല. നമ്മളൊരു വീഡിയോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് അതുകൂടി സൂചിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അതർ റിസോഴ്സസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റിസോഴ്സസ് ഫ്രം റൈറ്റ് പാനലിലൊരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി വീഡിയോസൊക്കെ ലഭ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരു വീഡിയോ ഇതിന് യോജിച്ചതാണ് എന്ന് തോന്നിയാൽ നമുക്കതിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് പാനലിലുള്ള വീഡിയോ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മാത്രമല്ല നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ വീഡിയോസ് ഉണ്ടാവും, അസസ്മെൻ്റ് ഉണ്ടാവും, നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. ചില സബ്ജക്റ്റിന് ഇപ്പോൾ ഇതൊന്നും ലഭ്യമാവില്ല, കാരണം അത് അപ്ലോഡിങ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ഭാവിയിൽ നമുക്കെല്ലാം നമ്മുടെ ഒരു കയ്യിൽ തന്നെ കിട്ടും. കാരണം പലപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ അതിൽ വേറെന്തെങ്കിലും എംബ്ലംസ് നമുക്ക് യോജിക്കാത്തതുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കാൻ ഈ ഒരു ഇത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ശേഷം അതർ റിസോഴ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇപ്പോൾ ടീച്ചർ വേർഷൻ ആകുമ്പോൾ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാർഡ്സോ മറ്റോ ഡയറി റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത് അത് അവിടെ സൂചിപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെറുതെ എന്തൊക്കെയോ ചേർത്ത് കൊടുത്തുവിടാം. ഭാഗമായിട്ട് HM വന്ന് നോക്കും, മേലുദ്യോഗസ്ഥന്മാർ വന്ന് നോക്കും. അപ്പോഴും നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അവിടെ ഈ ഒരു പാഠത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അത് അവിടെ
സൂചിപ്പിക്കുന്നു. പിന്നെ അസസ്മെൻറ്റിനായിട്ട് നമുക്കിവിടെ വർക്ക് ഷീറ്റുകളുണ്ട്. ഇവിടെ ഈ ഒരു PDF ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റിനുള്ള ഈ വർക്ക് ഷീറ്റുകൾ നമുക്ക് അതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നമ്മൾ കൊടുക്കുന്ന അസസ്മെൻറ്റ് ഏതാണോ എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ നിർബന്ധമായിട്ടും ചുവന്ന മാർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏത് വർക്ക്ഷീറ്റാണ് എന്നതിൻ്റെ ഡീറ്റെയിലും കൂടി അവിടെ കൊടുക്കണം. പറ്റുമെങ്കിൽ നമുക്ക് അതിലത്തെ നമ്മൾ എന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നത് അതുകൂടി സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വർക്ക്ഷീറ്റ് പിന്നീട് നമ്മൾ യൂട്യൂബെന്നോ അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ ഈ വീഡിയോസ് റൈറ്റ് പാനലിലുള്ളത് ഒഴികെ മറ്റെന്തെങ്കിലും നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് വേണം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മളിവിടെ ചേർക്കാം. ഇവിടെ റൈറ്റിംഗ് ഡയറി നോട്ട്സ്, ഡയറി നോട്ട്സ് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോഴും നമ്മുടെ ടീച്ചിങ് മാനുവൽ റെഡിയാക്കി നമുക്കത് നിലവിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതുപോലെ യൂസ് ദിസ് DM ഫോർ അനദർ ഡിവിഷൻ. 5Aയിലും Bയിലും ഒരേ വിഷയം ഒരു ടീച്ചർ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഡിവിഷൻ എന്നുള്ളിടത്ത് മറ്റേ ഡിവിഷനും കൂടി കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ശേഷം ആ പേജ് അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് തന്നെ വീണ്ടും വരും. ഇവിടെ നമുക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന ഓപ്ഷൻ കൊടുക്കാം. അത് നമുക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നിലവിൽ നമ്മൾ ആ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഇനി HM എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ടീച്ചിങ് മാനുവൽ അപ്രൂവ് ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മൈ ടീച്ചിങ് മാനുവൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്രൂവ്ഡ്, പെൻഡിങ് സബ്മിഷൻ, അവൈറ്റിംഗ് അപ്രൂവൽ, അങ്ങനെയുള്ള ഓരോന്നും നമുക്കിവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ HM എന്തെങ്കിലും തിരുത്തലുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് വീണ്ടും നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് ടീച്ചിങ് മാനുവൽ സബ്മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.